നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിനെ കുറിച്ച് നോക്കാം. വളരെ സ്ട്രോങ് ആയിട്ടൊരു ബൈയിൽ നിലനിൽക്കുന്നത് നാസ്ഡാക്ക് മാർക്കറ്റ്, USD CAD, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലാൻഡ് ഡോളർ. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഹെവി വോളറ്റാലിറ്റിക്ക് സാധ്യത US ഓയിൽ, ഗോൾഡ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, BTC, യൂറോ, GBP ഇതൊക്കെ ഒരു ന്യൂട്രൽ ബൈ ട്രെൻഡിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം റെസിസ്റ്റൻസിൻ്റെ അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്കിന് സാധ്യതയുണ്ട്, സപ്പോർട്ടിന് തിരിച്ചു കയറാനും സാധിക്കും. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലേക്കും മൂവ്മെൻ്റ് ഉള്ളൊരു സാധ്യതയുണ്ട്. ഒരു മീഡിയം സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവാണ് വരുന്നത്. USD CHF സ്ട്രോങ് ആയിട്ടൊരു നെഗറ്റീവിലേക്ക് കടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ കാണിക്കുന്നത്. ബോത്ത് സൈഡിലേക്കുള്ളൊരു പ്രോബിലിറ്റിയാണ് നിലനിൽക്കുന്നത്. പക്ഷെ ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവാണ് വരുന്നത്. നമുക്ക് മെയിനായിട്ട് നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഒരു കറണ്ട് ട്രെൻഡ് കഴിഞ്ഞ ആഴ്ചകളിലെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ കറണ്ട് ട്രെൻഡ് പോസിറ്റീവിലേക്ക് കടന്നിട്ടുണ്ട് നിഫ്റ്റി ആയാലും. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടൊരു പോസിറ്റീവ് ട്രെൻഡ് അല്ല, പക്ഷെ പോസിറ്റീവ് ട്രെൻഡാണ്. അതായത് റെസിസ്റ്റൻസ് ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ഈ ഒരു ഏരിയയിലൊക്കെ റെസിസ്റ്റൻസുകളുണ്ട്. അതേപോലെ തന്നെ ഡിപ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റിയും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ബോത്ത് സൈഡിലേക്ക് മൂവ്മെൻറ്റിന് ഒരു സാധ്യതയുള്ള ഒരു ട്രെൻഡാണ് വരുന്നത്. പക്ഷെ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. കാരണം നിഫ്റ്റി 24,000 മുകളിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. ആ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു ഇനിയുള്ള ഒരു സപ്പോർട്ട് ഈ ഒരു ലെവലാണ്. ഹോൾഡിംഗ് ബേസിൽ ഈ ഒരു സപ്പോർട്ടാണ് നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നിലനിർത്തുന്നിടത്തോളം കാലം നിഫ്റ്റി ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു സപ്പോർട്ടിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നവരെ മാത്രമാണ് വരുന്നത്. ഈ സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ ഈ ഒരു ട്രെൻഡ് മാറും. ഈ ഒരു ട്രെൻഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ലോങ് ടേം നെഗറ്റീവിലേക്ക് വീണ്ടും കടക്കും. ഈ ഒരു സപ്പോർട്ട് വരും ദിവസങ്ങളിലായാലും ആഴ്ചകളായാലും ഈ ഒരു സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വരുന്നത്. ഈ ഒരു സപ്പോർട്ട് 23,900 തൊട്ട് താഴെയാണ് ഈ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് വരുന്നത് ഈ ഒരു ലെവലിലും നിഫ്റ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നിലനിർത്തുന്നിടത്തോളം കാലം നിഫ്റ്റിക്ക് ബൗൺസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സബ് ലെവൽ വരുന്ന ഒരു സമയത്തായാലും നിഫ്റ്റിക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇൻ കേസ് ഈ ഒരു സപ്പോർട്ട് ചെയ്താൽ ഈ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. ഈ രണ്ട് സപ്പോർട്ടാണ് നിഫ്റ്റിനെ ആഴ്ചകളിൽ വരും ദിവസങ്ങളായിട്ടുള്ള നിലനിർത്താൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സപ്പോർട്ടും ബൗൺസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അത് ഫെയിലിയർ ആകുമ്പോഴാണ് ലോങ് ടേം ട്രെൻഡ് നെഗറ്റീവ് ആകുന്നത്. പാരലൽ പറയുകയാണെങ്കിൽ നിഫ്റ്റിക്ക് 24,800 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്. ഇനി അടുത്തൊരു ബൈ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ 24,800 മുകളിലേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ, ക്ലോസിംഗ് ബേസിസിൽ ഇവിടെ നിലനിർത്തിയിട്ടില്ല 24,800, അതിന്റെ മുകളിൽ നിലനിർത്തി കഴിഞ്ഞാൽ വീണ്ടും ഫർദർ അപ്പ് മൂവ്മെന്റിന് സാധ്യതയുണ്ട്. അടുത്ത റെസിസ്റ്റൻസ് 25,200 അടുത്താണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തേണ്ട റെസിസ്റ്റൻസ് വരുന്നത് 24,840 ആണ്. ഇപ്പോൾ 24,800 മുകളിലാണ് 840 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 25,200 വരെ അടുത്ത് വരെ മൊമെന്റത്തിന് സാധ്യതയുണ്ട്. പക്ഷെ ഈ ഒരു ലെവൽ സ്ട്രഗിൾ ചെയ്താൽ വീണ്ടും ഈ ഒരു സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഒരു സപ്പോർട്ട് ലെവൽ 24,300 അടുത്താണ്. 24,300 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. പക്ഷെ ഈ ഒരു സപ്പോർട്ടും വരും ദിവസങ്ങളിൽ ബ്രേക്ക് ചെയ്താൽ ഇനി 23,800 ഇടയിലാണ് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും വരും ആഴ്ചകളായാലും ഇതേ രീതിയിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇൻട്രാഡേ ലെവലിലുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ബാങ്ക് നിഫ്റ്റി ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ, ക്ലോസിംഗ് ബേസിസിൽ സസ്റ്റെയിൻ ചെയ്തപ്പോൾ
പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. ഈ ഒരു ലെവലിലൊക്കെ ഈ ഒരു ഹയർ ലെവൽ ഈ ഒരു ഏരിയ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ സപ്പോർട്ടിന്റെ അടുത്ത് വരുന്ന ഒരു സമയത്ത് 51,700 സപ്പോർട്ട് കാണുന്നത്. 51,700 ലോവർ ലെവൽ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു സപ്പോർട്ട് വർക്ക് ചെയ്യുന്നത് ഒരു വോളറ്റൈൽ മാർക്കറ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യാനായിട്ട് ഒരു സാധ്യത കൂടുതൽ വരുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൗൺ മൊമെന്റത്തിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസിനും സാധ്യതയുണ്ട്. പക്ഷെ ബാങ്ക് നിഫ്റ്റി ഒരു റിവേഴ്സൽ ഏരിയ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ഈ രണ്ട് ഏരിയയിലും ബാങ്ക് നിഫ്റ്റിക്ക് സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് വരുന്നത് 51,150 സപ്പോർട്ട് വരുന്നത്. ഈ സപ്പോർട്ടിൽ ചേഞ്ച് വരാം. പക്ഷെ വരും ദിവസങ്ങൾ ചേഞ്ച് വന്നാൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ട്രെൻഡ് റിവേഴ്സലും. അപ്പൊ അതേപോലത്തെ സിറ്റുവേഷൻ തന്നെയാണ് നിഫ്റ്റിയുടെ സിറ്റുവേഷനും. നിഫ്റ്റിക്കായാലും ഈ ഒരു ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള ബൗൺസ് സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. അത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഇൻട്രാഡേ ലെവൽ നമുക്ക് നോക്കാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി ആയാലും ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസങ്ങളിലെ നിഫ്റ്റിയുടെ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നിഫ്റ്റിനെ ഈ ഒരു ഏരിയയിൽ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്തുള്ള ഒരു ബൈക്ക്, അതുപോലെ തന്നെ റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്തുള്ള ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയ നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ഹയർ ലെവല് 24,840 840 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ 24,760 സപ്പോർട്ട് വരുന്നത്. ഈ സപ്പോർട്ടും ബ്രേക്ക് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് 24,760 താഴെയാണെങ്കിൽ ഈ ഒരു ലോ 24,640 സപ്പോർട്ട് കാണുന്നുണ്ട്. പക്ഷെ കുറച്ചൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് അല്ല. ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു ലെവലാണ് 500 താഴെയാണ്. അതുപോലെ തന്നെ ഹയർ ലെവല് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത് 800 ആ റേഞ്ചിന്റെ അടുത്തും അതുപോലെ തന്നെ 900 അടുത്താണ് റെസിസ്റ്റൻസ് വരുന്നത്. 24,840 24,880 ഇത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. കാരണം ഇതിന്റെ മുകളിലേക്ക് ക്ലോസിംഗ് ബേസിൽ നിലനിർത്തുന്നതായിട്ടുണ്ട് നിഫ്റ്റിക്ക് ഫർദർ അപ്പ് മൂവ്മെന്റിന് വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഇത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ലോവർ ലെവല് നല്ലൊരു സപ്പോർട്ടായിട്ട് 24,500 അടുത്ത് 24,480 24,480 24,500 കുറച്ച് സ്ട്രോങ് സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് വിട്ടാൽ 300 അടുത്തും സ്ട്രോങ് സപ്പോർട്ടാണ്. 24,330 24,330 365 കാരണം ഇതും ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ടിന് ഒരു ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ അതിനുശേഷം വരും ദിവസം ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കണം വരും ദിവസങ്ങളിലെ ട്രെൻഡ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ വരും ദിവസങ്ങളെ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്ത എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാൻ സാധിക്കും. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. സസ്റ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത. നല്ല സപ്പോർട്ടിൽ വരുന്ന ഒരു സമയത്ത് ലോവർ ലെവല് നല്ലൊരു ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷനും ലോവർ ലെവലാണെങ്കിൽ 53,150 ഇത് നിലനിർത്തേണ്ട ഒരു സപ്പോർട്ടാണ്. പക്ഷെ 53,300 ഈ റേഞ്ച് റെസിസ്റ്റൻസ് ആണ്. ഈ റേഞ്ചും സപ്പോർട്ടാണ് വരുന്നത്. 53,150 53,300 ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഈ ഒരു ലെവലിൽ നിന്ന് ബൈയുടെ ഒരു സാധ്യത വരുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 53,150 ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ പ്രോഫിറ്റ് ബുക്കിനാണ് കൂടുതൽ സാധ്യത. ഈ റേഞ്ച് ബാങ്ക് നിഫ്റ്റിയുടെ നല്ലൊരു സപ്പോർട്ടാണ്. 52,777 ഈ ഒരു റേഞ്ച് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 52,840 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലാണ് ബാങ്ക് നിഫ്റ്റി കുറച്ച് ലോവർ ലെവലാണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് കാണുന്നത്. അതുപോലെ തന്നെ ഹയർ ലെവല് റെസിസ്റ്റൻസ് ഏരിയ ആണ് 53,800 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ ഇനി ബാങ്ക് നിഫ്റ്റി ആയാലും 53,800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ക്ലോസിംഗ് ബേസിസിൽ സസ്റ്റെയിൻ ചെയ്താലാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്കത് കിട്ടില്ല.
ഇതിന്റെ മുകളിൽ ബൈർ ഓപ്പർച്യൂണിറ്റി എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവല് 53,700 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് 5370 ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഈ ടോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം. ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷനും. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും 24,600 അടുത്താണ് സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് വരുന്നത്. 600 ഹോൾഡ് ചെയ്തുകൊണ്ട് 24,630 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൈര ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 24,780 780 റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ 24,820 ഈ രണ്ട് റേഞ്ച് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഫിൻ നിഫ്റ്റിക്കയിലും ഇനി 820 മുകളിലേക്ക് ക്ലോസിംഗ് ബേസിസിൽ സസ്റ്റെയിൻ ചെയ്യണം. അടുത്തൊരു ഫർദർ അപ്പ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് 24,920 ആണ് പിന്നത്തെ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ഫിൻ നിഫ്റ്റി ആയാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഇൻ കേസ് 24,600 ബ്രേക്ക് ചെയ്താൽ ലോവർ ലെവല് 24,440 അടുത്താണ്. അതുപോലെ കുറച്ച് സ്ട്രോങ് സപ്പോർട്ടുകളാണ് ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലോവർ ലെവലാണ്. ഈ ഒരു ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. മാർക്കറ്റിൽ വലിയ ദിവസമായിട്ട് നമുക്ക് ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.